നടൻ വിജയ്ക്ക് CBI പരീക്ഷ. കരൂർ കേസിൽ ടിവിക്ക് അധ്യക്ഷനും നടനുമായ വിജയ് CBIക്ക് മുന്നിൽ. 3 പേരടങ്ങുന്ന സംഘമാണ് വിജയെ ചോദ്യം ചെയ്യുന്നത്. ആളുകൾ അപകടത്തിലാകുന്നത് തിരിച്ചറിഞ്ഞിട്ടും പ്രസംഗം തുടർന്നത് എന്തുകൊണ്ടെന്നും വൈകിയെത്തിയത് സ്വന്തം ശക്തി പ്രകടിപ്പിക്കാനായിരുന്നു എന്നും CBI ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അച്യുതൻ, TVKയാണ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ സുപ്രീം കോടതിയെ സമീപിച്ചത് പിന്നാലെ CBIക്ക് അന്വേഷണം വിടുന്നു. കേസിൽ വിജയെ ചോദ്യം ചെയ്യുന്നു. വിജയോട് വലിയ വലിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തിന് വൈകിയെത്തി? അപകടത്തിൽ ആളുകൾ പെടുന്നത് കണ്ടിട്ടും എന്തുകൊണ്ട് പ്രസംഗം തുടർന്നു? അങ്ങനെ വിജയ്ക്ക് തന്നെ കുരുക്കാകുന്ന ചോദ്യങ്ങൾ. വിശദാംശങ്ങൾ. സുഹൈൽ, ഒന്നല്ല നിരവധി ചോദ്യങ്ങളാണ് CBI കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട TVK അധ്യക്ഷൻ വിജയോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ട് 30-ലധികം ചോദ്യങ്ങൾ തന്നെ അപകടവുമായി ബന്ധപ്പെട്ട് അതിൽ വ്യക്തത CBIക്ക് ആവശ്യമുണ്ട്. അതിൽ പല ചോദ്യങ്ങളും വിജയെ പോലും പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് ഈ വേദിയിലേക്ക് വൈകിയെത്തിയത്, അതിന്റെ കാരണം എന്താണ്, കൃത്യമായ സമയം, അതായത് വേദിയിലേക്ക് എത്തിയതും അവിടെ നിന്ന് മടങ്ങിയതിന്റെയും കൃത്യമായ സമയം എത്രയാണ്, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമയവും വിജയ് എത്തിയ സമയവും തമ്മിൽ ഏറെ അതിനിടയിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഒപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടവുമായി ഇതിന്റെ റാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നോ, കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നോ എന്നതാണ്. മാത്രമല്ല ചില ചോദ്യങ്ങൾ CBI വീണ്ടും ആവർത്തിക്കുകയാണ് ഉണ്ടായത്. അതായത് ആളുകൾ അപകടത്തിൽപ്പെടുന്നത് തിരിച്ചറിഞ്ഞിട്ടും പ്രസംഗം എന്തുകൊണ്ടാണ് തുടർന്നത്, ആളുകൾ ബുദ്ധിമുട്ടുന്നത് മനസ്സിലാക്കി വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുത്തു, എന്നിട്ടും അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എന്തുകൊണ്ട് ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ സ്വീകരിച്ചില്ല, എന്തുകൊണ്ടായിരുന്നു കൃത്യസമയത്ത് എത്താത്തത്? ഈ ജനക്കൂട്ടം വർദ്ധിക്കാൻ തന്നെ കാരണമായത് ഈ വിജയ് വൈകിയെത്തിയതാണ്. അപ്പോൾ ആ വൈകിയെത്തിയത് സ്വന്തം ശക്തി പ്രകടിപ്പിക്കാനായുള്ള ഒരു അവസരമായി വിജയ് എടുത്തോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് CBI ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അത് പല ചോദ്യങ്ങളും വിജയെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ്. മാത്രമല്ല തമിഴ്നാട് സായുധ പോലീസ് DGP ഡേവിഡ്സൺ ദേവാശീർവാദും CBI ആസ്ഥാനത്തുണ്ട് എന്ന നിർണായക വിവരമാണ്. ഈ കരൂർ അപകടവുമായി ബന്ധപ്പെട്ട അന്ന് അദ്ദേഹം തമിഴ്നാടിന്റെ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറലായിരുന്നു. അപ്പോൾ ആ അദ്ദേഹത്തോടും ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ CBI ഇപ്പോൾ തേടും എന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ വിജയുടെ ഈ CBIയുടെ ചോദ്യങ്ങളിൽ വിജയുടെ മറുപടി തന്നെയായിരിക്കും ഈ കേസിൽ ഏറെ നിർണായകമാകുക. കരൂരിൽ ഈ പരിപാടിയുടെ സംഘാടകൻ ആര്, അവിടെ ആ പരിപാടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ് ഏൽപ്പിച്ചത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് വിജയോട് CBI ഉന്നയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.